ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നവംബർ മാസം ശുദ്ധീകരണാത്മാക്കളുടെ മാസമായിട്ടാണ് കണക്കാക്കപ്പെടുക. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം ആദ്യ വെള്ളിയാഴ്ചയാണ്, മാസാദ്യ വെള്ളിയാഴ്ച. മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച തിരുസഭയിൽ അത്ര പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ ആചരിക്കുക, ആഘോഷിക്കുക. തമ്പുരാൻ്റെ തിരുഹൃദയത്തിൽ തമ്പുരാൻ്റെ തിരുരക്തത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഈ മുഴുവൻ മാസത്തെയും തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ രക്തത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ. ഈ ഒരു മാസം മുഴുവനും അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി തമ്പുരാൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് നമ്മുടെ സഹനങ്ങളെ സമർപ്പിക്കുവാനുള്ള ദിവസമാണ് ആദ്യ വെള്ളിയാഴ്ച എന്ന് പറയുക. ഇന്ന് ഈ ദിവബലിയിൽ നമ്മുടെ ഇടവകയെ പൂർണ്ണമായിട്ടും തമ്പുരാൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയെ മുഴുവനായിട്ടും തമ്പുരാൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. Dear
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം നാഥാവിൻ നാമം പൂജിതമാകണമേ. രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം നാഥാവിൻ സ്തുതിതൻ ക്രിസ്തുലമഹിമാവാം. ഭൂസ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവമാനവയന്ത്രങ്ങൾ ഉദ്ഘോഷിക്കും സാമൂലം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം നാഥാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അന്നു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയ്ക്കൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപി നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹാ വഴി സഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. കൂദാശകൾ വഴി സഭയിൽ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ
അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടുകൂടി ഈ ബലിയർപ്പിക്കുവാനും മാലാഖമാരോടൊത്ത് അങ്ങയെ സ്തുതിക്കുവാനും അങ്ങ് ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. അത്യുന്നതനെ വാഴ്ത്തിടുവിൻ. ആകാശങ്ങളിൽ ഉയരട്ടെ കർത്താവിൻ അവതാരങ്ങൾ. ദൂതന്മാരെ സേവകരെ പാടുക നാഥനു സ്തുതിഗീതം. സൈന്യങ്ങൾ കരനാഥൻ ധന്യനെ വാഴ്ത്തുക സേവകരെ. സൂര്യനും അതുപോൽ പുത്രനുമാ സന്നിധിയിൽ സ്തുതി പാടട്ടെ. വാനിൽ താരക നിരയില്ല ഗീതികൾ പാടട്ടെ. മേഘാവളിയിലെ ജലനിരയും ആകാശവും അതു പാടട്ടെ. അവിടും നല്ലോ തിരുമൊഴിയാ അവയെ സകലം സൃഷ്ടിച്ചു. ഗിരിശിഖരങ്ങൾ കുന്നുകളും പല വൃക്ഷങ്ങൾ വല്ലികളും തീയും മഞ്ഞും കന്മഴയും കാറ്റും നാഥനെ വാഴ്ത്തട്ടെ. താതനും അതുപോലാത്മജനും ൃഹായിക്കും സ്തുതിയും വയ്ക്കും. ആദി മുതൽക്കും അതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായി എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നൽകുന്ന സഭയെ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സ്തുതിമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ.
സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 13 മുതൽ വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മനസ്സിന്റെ അരമുറുക്കി സമചിത്തരായിരിക്കുവിൻ. ഈശോ മിശിഹായുടെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവിൻ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങളോട് അനുസരണമുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ അനുരൂപപ്പെടാതിരിക്കുവിൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയത്തോടെ വ്യാപരിക്കുവിൻ. പിതാക്കന്മാരിൽ നിന്ന് കൈമാറി നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള മിശിഹായുടെ അമൂല്യ രക്തം കൊണ്ടാണ് നിങ്ങൾ അറിയുന്നുവല്ലോ. അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, സക്കയൂസിന്റെ ഭവനത്തിന് രക്ഷ നൽകുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ ആ ഭവനം മുഴുവൻ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം. സക്കേവൂസ് ഈശോയെ ഒന്ന് കാണുവാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. തമ്പുരാന്റെ പക്കലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ തമ്പുരാൻ ഒരു 100 പടികൾ നമ്മുടെ അടുക്കലേക്ക് വെക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണ. സക്കേവൂസ് ചെറിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഈശോയെ നേരിട്ട് ഒന്ന് കാണണം. നമുക്ക് ഓരോരുത്തർക്കും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന വഴിയായിട്ട് ആ ഈശോയെ കാണുവാനായിട്ട്, ആ ഈശോയെ ദർശിക്കുവാനായിട്ട്, ആ ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നു. സക്കേവൂസിനെ പോലെ മാനസാന്തരപ്പെടുവാനും
നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങൾക്ക് രക്ഷ കൈവരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കണം. നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുവാനായിട്ട് വിശുദ്ധ കുർബാനയായി മാറിയ തമ്പുരാൻ നമ്മോട് കൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന കൂദാശയായി മാറിയ തമ്പുരാൻ നമ്മുടെ മാനസാന്തരവും കാത്ത് നമ്മോട് കൂടെ എന്നും ഉണ്ട്. സക്കേവൂസിനെ പോലെ ആ തമ്പുരാന്റെ സ്നേഹം തിരിച്ചറിയുവാനും തമ്പുരാനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെതായ എല്ലാ നേട്ടങ്ങളും വ്യർത്ഥമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തനിക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്ന സക്കേവൂസ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവത്തോടുകൂടി തമ്പുരാനോട് കൂടെ ആയിരിക്കുവാനും രക്ഷ കൈവരിക്കുവാനും രക്ഷയുടെ അനുഭവത്തിലായിരിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് ഇന്നത്തെ ഈ ബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അധ്യായം 19 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരുള്ള ഒരുവനുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ശ്രമിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ലായിരുന്നു. യേശുവെ കാണുവാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. എന്നാൽ ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്ന സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടവരെല്ലാം പിറുപിറുത്തു, ഇവൻ പാപിയായ ഒരുവന്റെ കൂടെ താമസിക്കുവാൻ ചെന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ സ്വത്തിൽ പകുതി ഇതാ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ഉണ്ടായിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. എന്നാൽ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുവാനും രക്ഷിക്കുവാനുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാഗത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യഭാഗത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, ശ്രീയന്മാരോട് പിൻഗാമികളെ വഴി സ്വർഗീയ ക്രിസ്തുവിലേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പ്രസിദ്ധ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ ജോർജ് ജാർജി ശാസ്ത്രമെത്രാപോലീത്തയും നമ്മുടെ ഉപദേശമായ കുര്യാസ് മെത്രാപോലീത്തയും ജോസ് മെത്രാനെയും മറ്റെല്ലാം മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അനുദിനം ഞങ്ങളുടെ പുരുഷമെടുത്ത് നിന്നെ അനുഗമിക്കാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, എല്ലാ ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപറയുവാനും നിന്റെ ശാശ്വത സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തെ തുറമുഖമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മൾ ഓരോരുത്തരെയും പിതാവിനും പുത്രനും സമർപ്പിക്കാം. തിരുസഭയെ കളങ്കമേശാത്തവധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ അങ്ങ് പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ അങ്ങ് പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങയിൽ ഒന്നായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. നിത്യ സൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളേവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവേ,
സമാധാനം നമ്മോടുകൂടെ. സ്തുതിയെന്നും ദൈവാംബികയെയും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവായി ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്വമുള്ള സത്യദൈവവും
പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രശ്രമത്തിലുള്ള പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീശ്വരന്മാർ എന്നോട് നമ്മൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസമുള്ള പ്രാർത്ഥനാക്കളെയും സത്യത്തോടെ മരിച്ച് ഈ ലോകത്ത് വേട്ടവില്ലാരെ അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലിവസത്തിന്റെ രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നീതിയും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിക്ഷിപ്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവരും അനുതാപത്തോടും വിശുദ്ധത്തോടും കൂടെ കർത്താവിൽ എന്ന് പറയുകയും അവിടുത്തെ വഴി അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അവരൊന്നും ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന സൂര്യ വീക്ഷിക്കുകയും ഭയഭക്തമായ രഹസ്യങ്ങൾ ഉദാശയപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സൗന്ദര്യം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് നിശബ്ദരായി ഏകാഗ്രൂപത്തോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൃഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരെ എളിയിലേക്ക് ഉയരട്ടെ.
പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മുഖത്തുമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപന്മാരോടും ശ്രപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുവരാജാവാൻ, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടും എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപം മോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന
പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്ത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സ്തുതിക്കുന്നു ജീവനുമില്ലേ സർവ്വസവും മുൻപിലണച്ച് കുമ്പിടുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവം, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, സഹായ മെത്രാനായ മാർ ജോസ് മെത്രാന് വേണ്ടി, മറ്റുള്ള വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും, പ്രത്യേകമായി ഭാരതത്തിലെ സഭയ്ക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരാത്മായ പ്രേക്ഷിതർ, സന്യാസിനി സന്യാസികൾ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും, എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിധമത്ത് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെന്ന് സ്വീകരിക്കണമേ. നിശ്ചിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലനുമനാഥരും വിധവകളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയവർ, പ്രത്യേകമായി പ്രളയം, ദുരിത, മഹാമാരി, അപകടങ്ങൾ, സാംക്രമിക രോഗങ്ങൾ മൂലം മരണമടഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടി, ഉചിതമായ പ്രാർത്ഥനാ സഹായം ലഭിക്കാതെ പോയവർക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്നു ഈ ദൈവജനത്തിന് വേണ്ടിയും, ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളവർ, ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങളുടെ ഉപകാരികൾ എന്നിവർക്ക് വേണ്ടിയും, മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും, എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടിയും, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാലയങ്ങൾക്കും വേണ്ടിയും, എല്ലാ തൊഴിൽ മേഖലകൾക്കും, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ജോലി അന്വേഷിക്കുന്നവർ, ജോലി മേഖലകളിൽ പ്രതിസന്ധികൾ നേരിടുന്ന എല്ലാവർക്കും വേണ്ടിയും, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും, തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടിയും, മദ്യപാനാസക്തിയാൽ കുടുംബ ബന്ധങ്ങളിൽ തകർച്ച നേരിടുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും, എല്ലാവിധ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവർ, ആശുപത്രികളിലും ഭവനങ്ങളിലും മാറാരോഗങ്ങളാൽ കഴിയുന്ന എല്ലാവർക്കും, അവരെ ഓരോരുത്തരെയും ശുശ്രൂഷിക്കുന്ന എല്ലാ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും, ആശുപത്രികളിലും ആതുരാലയങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടിയും, എല്ലാ പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകർക്കും മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥർക്കും വേണ്ടിയും, ഞങ്ങളുടെ രാജ്യത്തിനും രാജ്യത്തിലെ എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും, അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെന്ന് സ്വീകരിക്കണമേ. ആരാധിക്കുന്നു,
സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാ എഴുന്നള്ളി വന്ന് അങ്ങയുടെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇവ ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയ്ക്ക് അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിനും നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച മകനെ വിസ്മയാഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ അമൂല്യ രക്തത്തിൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതികീർത്തനങ്ങൾ എന്നുമേ എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും അങ്ങയുടെ ശാന്തിയും സമാധാനവും അങ്ങ് പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. ഭാരതത്തിൽ ശാന്തിയും സമാധാനവും അങ്ങ് വളർത്തണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ അങ്ങ് ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവ്യരഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ യേശു മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. നാഥനായ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അപ്പം
സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ സത്യരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാവുന്നവരോട് സമീപിക്കാം. അന്ലോകത്തിനോണ്ടും പാവങ്ങളെ കുറിച്ച് പറ്റാത്തതുകൊണ്ട് സഹോദരത്തെ ശ്രമിച്ചുകൊണ്ടും നമുക്ക് സാരത്തിന്റെയും നാദനത്തിലുള്ള കൃപയും പാവനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വ്യത്യാസമുള്ള ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടെ ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവൻ ഞങ്ങളുടെ ഉറപ്പിനും ആത്മാക്കൾ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഈ കുഞ്ഞത്തെ നിങ്ങൾ പ്രവർത്തിക്കുകയും സഭാമാതാവേ, നിന്റെ സന്താനങ്ങളുടെ ആദരങ്ങൾ വഴി നീ മിശിഹായ്ക്ക് കൃതജ്ഞത അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡ അനുഭവിച്ചു. കേപ്പയാകുന്ന പാറമേൽ നിന്നെ പണിതുയർത്തി നിന്നെ സംരക്ഷിക്കുവാൻ അജപാലകന്മാരെ നൽകി. തന്നെ നൽകിക്കൊണ്ട് ദൈവരായത്തിന്റെ ഭക്ഷണം മുന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. മലാഖമാരോടുകൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സഭാമാതാവിനെ നമുക്ക് സന്തോഷിക്കാം. നവജീവനിലേക്ക് നയിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രത്യാശയോടെ നമുക്ക് പങ്കുകൊള്ളുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവൻ നൽകട്ടെ.
സമീപിച്ച് ഇവയെ പങ്കുള്ള യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവിന് സ്തുതിയെങ്കിലും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായ പരിപാലനയുടെ മാധുര്യം നുകരുവാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. പുതിയ ജെറുസലേമായി ഈ സഭയെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ദിവ്യഭവനത്തിൽ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങൾ സകല സ്വർഗവാസികളോടും കൂടി അങ്ങയെ പരിശുദ്ധനൻ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കാരുണ്യവാനായ മിശിഹായേ, അങ്ങയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചു അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനം ശ്രമിക്കുവാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച മിശിഹായെ മനുഷ്യവർഗം മുഴുവനും അവളെ രക്ഷയുടെ കൂദാശയായി സ്വീകരിക്കുവാനും അക്ഷയമായ ജീവനാവകാശികളായി തീരുവാനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. Oh
ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇനി എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ശുശ്രൂഷ ലഭിക്കുന്ന വർഗത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പല വ്യത്യസ്തമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോമിശിഹായെയും പുരോഹിതനെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമയെയും സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. വിശുദ്ധ പാദ്രി പിയോയെയും ഞങ്ങളെ സകല വിശുദ്ധരെ മാലാഖമാരെയും മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ജീവിക്കുന്നവനായ നമ്മോടൊത്ത് എന്നും വസിക്കുന്നവനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശവും വഴിയും സത്യവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവനമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ കേൾക്കുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് വരുവാനായിട്ട്, നമ്മുടെ പ്രാർത്ഥനകളുടെ നിയോഗങ്ങളെ ശ്രവിക്കുവാനായിട്ട്, നമ്മെ വഴി നടത്തുവാനായിട്ട് നമ്മുടെ ഇടയിലേക്ക് ഒരു കൊച്ചു വസ്തിയുടെ രൂപത്തിൽ അവൻ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഒരു കൊച്ചു തിരുവോസ്തിയായി, വിശുദ്ധ കുർബാനയായി നമ്മുടെ മുൻപിൽ ആയിരിക്കുന്ന തമ്പുരാനെ നമുക്ക് ഒരു നിമിഷം നോക്കാം. അവിടുന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ
ഇന്ന് വരെയുള്ള ഈ നിമിഷം വരെ അവിടുന്ന് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ തന്നെ നോക്കിക്കൊണ്ട്, തിരുവോസ്തിയിലേക്ക് നോക്കിക്കൊണ്ട്, അവിടുന്ന് നമുക്ക് നൽകിയ, നമ്മുടെ മേലെ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. ആ അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്നായി കൃതജ്ഞതാപൂർവം അവന്റെ മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ ദിവസം, ഈ നിമിഷം വരെ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ കുറവുകളും, പാപകരമായ അവസ്ഥയിൽ ആയിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ പാപാവസ്ഥയെ അവന്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ കുർബാനയാവൻ, പീഠകളേറ്റവൻ, കുരിശിൽ മരിച്ചവൻ, എനിക്ക് വേണ്ടി എന്റെ രക്ഷയാകുവാനായിട്ട് എന്നെ രക്ഷിച്ച സ്വർഗത്തിൽ എനിക്ക് ഇടമൊരുക്കുവാനായിട്ട് എന്റെ പാപങ്ങളെ ഏറ്റെടുത്തവൻ വിശുദ്ധ കുർബാനയായി എന്റെ തിരുമുമ്പിലായിരിക്കുമ്പോൾ എനിക്ക് വന്നുപോയിട്ടുള്ള കുറവുകള്, എന്റെ പാപാവസ്ഥകള് കർത്താവേ തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പിഴച്ചു പോയ ഓരോ നിമിഷങ്ങളെയും തമ്പുരാന്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ നോക്കിക്കണ്ടു തെറ്റിപ്പോയ അവസരങ്ങളെ, പാപാവസ്ഥയിലായി പോയ സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ, നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും തമ്പുരാന്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച സഖ്യേവൂസ് അവന്റെ കുടുംബം മുഴുവനും രക്ഷ നൽകിക്കൊണ്ട് അവന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി ചെന്ന തമ്പുരാൻ ഇപ്പോൾ നമ്മുടെ ഒരു വാക്കിനായിട്ട് നമ്മുടെ തിരുമുമ്പിൽ കാത്തിരിക്കുകയും തമ്പുരാനോട് കൂടെ ആയിരിക്കുവാനായിട്ട്, അവനെ ആരാധിക്കുവാനായിട്ട്, അവനെ സ്തുതിക്കുവാനായിട്ട്, അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ട്, നമുക്ക് പിഴവുകള്, കുറവുകള് സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അവ ഏറ്റുപറഞ്ഞുകൊണ്ട് അവയൊക്കെ നികത്തുവാനായിട്ട്, മാനസാന്തരത്തിന്റെ ഫലങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുവാനായിട്ട് ആ നല്ല തമ്പുരാൻ ഇതാ ഒരു കൊച്ചുവസ്തിയായി, തിരുവോസ്തിയായി, വിശുദ്ധ കുർബാനയായി, കൂദാശയായി നമ്മുടെ തിരുമുമ്പിൽ ആയിരിക്കുന്നു. ആ തമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ധ്യാനിച്ചുകൊണ്ട്, ആ തമ്പുരാൻ നമുക്ക് നൽകിയ പാപബോധത്തെയും, ആ തമ്പുരാൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതിനെയും ഓർത്തുകൊണ്ട് അവിടുത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. നമ്മുടേതായ വാക്കുകളിൽ നമ്മുടെ മുൻപിലായിരിക്കുന്ന തമ്പുരാന്റെ മുൻപിലേക്ക്, തമ്പുരാനിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് അവനെ സ്തുതിക്കാം, ആരാധിക്കാം. സ്നേഹനാഥനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ട് അവിടുത്തെ തിരുമുൻപിൽ ഇരിക്കാം. ശാന്തമായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാന്റെ മുൻപിൽ വെച്ചുകൊണ്ട് ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും തമ്പുരാന്റെ മുൻപിൽ തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് അല്പസമയം വിചിന്തനത്തിനായിട്ട് നിശബ്ദമായിട്ട് തമ്പുരാൻ പറയുന്നത് കേൾക്കുവാനായിട്ട് അല്പസമയം ചിലവഴിക്കും.
പീഡകൾ സഹിച്ചവനെ നമുക്ക് ഓർക്കാം. പാപമില്ലാത്തവൻ കുറ്റക്കാരനായിട്ട് വിധിക്കപ്പെട്ടു. കുറ്റക്കാരനായിട്ട് വിധിക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെടുമ്പോഴും പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച തമ്പുരാനെ, അങ്ങയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത സഹനങ്ങളെ പൂർത്തിയാക്കുവാനായിട്ട്, അങ്ങയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത സഹനങ്ങളെ, ഞങ്ങളുടെ വേദനകളെ, ആകുലതകളെ ചേർത്ത് വെക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുൾ ചെയ്ത തമ്പുരാനെ, അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങളായിരിക്കും. ഞങ്ങളുടെ ഭാരങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇറക്കി വെക്കുവാനായിട്ട്, അങ്ങയുടെ മുഖം വഹിക്കുവാനായിട്ട്, എളിമപ്പെടുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, അങ്ങയുടെ കാരുണ്യമായ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അങ്ങയുടെ കാരുണ്യമായ ഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, പ്രാർത്ഥനകള് തമ്പുരാന്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവകയുടെ പൊതുവായ നിയോഗങ്ങൾ, നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും, നമ്മുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിത പങ്കാളികളെ, നമ്മുടെ മക്കളെ, കൊച്ചുമക്കൾ തമ്പുരാന്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുവാനായിട്ട്, നമ്മുടെ കുടുംബങ്ങളെ പവിത്രീകരിക്കുവാനായിട്ട്, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളാക്കി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ മാറ്റുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ടും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ
നമ്മെ ഓരോരുത്തരെയും അവിടുത്തോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മിശിഹായിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് പൗലോസ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ മുൻപിലിരിക്കുന്ന തമ്പുരാനെ, ആ തമ്പുരാന്റെ തിരുമുൻപിലേക്ക് നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു വെക്കുവാനായിട്ട് നമ്മളെ പാപാവസ്ഥയെ, നമ്മുടെ പാപ ചാച്ചിലുകളെ, തഴക്ക ദോഷങ്ങളെ ആ തമ്പുരാന്റെ തിരുമുൻപിലേക്ക് ഉരിഞ്ഞു വെക്കുവാനായിട്ട്, ആ തമ്പുരാന്റെ കാൽപാദത്തിൽ നമ്മുടെ കുറവുകളെ സമർപ്പിക്കുവാനായിട്ട്, ആ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാനായിട്ട്, പുതിയ മനുഷ്യനായിട്ട് മിശിഹായിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാവുന്നത് പോലെ പുതിയ ഒരു സൃഷ്ടിയാകുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് അവനോട് പ്രാർത്ഥിക്കാം. തിരുവോസ്തിയായിട്ട് അവൻ ചെറുതായി നമ്മുടെ തിരുമുൻപിലായിരിക്കുമ്പോൾ അവൻ എത്രമാത്രം വേദനകളും പീഡനങ്ങളും സഹിച്ചവനാണ് എന്ന് നമുക്ക് ഒന്ന് ധ്യാനിക്കാം. ആ തിരുവോസ്തിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ ലോകത്തില് ആയിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും ഏറ്റവും ഭാരം കുറഞ്ഞ ഒരു തിരുവോസ്തിയായിട്ട്, ചെറിയ ഒരു കാറ്റ് വന്നാൽ പോലും പറന്നു പോകുന്നവനായിട്ട്, നമ്മളെ കഴിഞ്ഞും എത്രമാത്രം ശക്തി കുറഞ്ഞവനായിട്ടാണ് അവൻ ആ തിരുവോസ്തി ആയി മാറിയത്. ആ തിരുവോസ്തി ആകുവാനായിട്ട് എത്രമാത്രം പീഡനങ്ങളിലൂടെയാണ് അവൻ കടന്നുപോയത്. ദൈവപുത്രനായി ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവനായി രാജകുമാരനെ പോലെ വാഴാമായിരുന്ന അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും, എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും കരുതി മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ തന്റെ ശക്തി ഉപയോഗിച്ച്, ദൈവപുത്രൻ എന്ന സ്ഥാനം ഉപയോഗിച്ച് എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് കഴിവുണ്ടായിരുന്നിട്ടും ആ ഒരു രക്ഷ കൊണ്ട് മാത്രം മനുഷ്യവംശം രക്ഷപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിയ അവൻ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാപമില്ലാത്തവനായി, പാപത്തിൽ ഒഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മോട് സാമ്യമുള്ളവനായി തീർന്നു. പീഡകളേറ്റ്, തലയിൽ മുൾമുടി ധരിച്ചു, പടയാളികളുടെ ചാട്ടവാറടിയേറ്റ്, ശരീരമാസകലം മുറിവുകൾ ഏറ്റെടുത്ത് തിരുരക്തം വാർന്നു നമ്മുടെ പാപങ്ങൾക്കായി, നമ്മുടെ പാപങ്ങളുടെ പരിഹാരങ്ങൾക്കായി കുരിശ് ചുമന്ന് കാലുകളിലും കൈകളിലും ആണികൾ തറയ്ക്കപ്പെട്ടു കുരിശിലെ കിടന്ന് നമുക്കായിട്ട് അവൻ മരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. അവൻ പാപത്തിന് മരിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകനായി, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയായി അവൻ ഉയർത്തെഴുന്നേറ്റു. അതിനു മുൻപേ നമ്മോട് കൂടെ ആയിരിക്കുവാനായിട്ട് അവൻ തന്നെ പകർത്തു നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാനയായിട്ട് മാറി. ആ വിശുദ്ധ കുർബാനയായി, കൂദാശയായി നമ്മുടെ തിരുമുൻപില് അവൻ അണഞ്ഞിരിക്കുമ്പോൾ, തമ്പുരാനെ, അങ്ങ് ഞങ്ങൾക്കായി നേടിയിരിക്കുന്ന രക്ഷ എനിക്കും എന്റെ കുടുംബത്തിനും പൂർണ്ണമായും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ രക്ഷയിലെ പങ്കുകാരാകുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ആ രക്ഷയുടെ ഭാഗമാക്കാകുവാനായിട്ട് ഈ ലോകത്തില് അങ്ങ് നൽകുന്ന എല്ലാ പീഡനങ്ങളും സഹനങ്ങളും ഏറ്റെടുക്കുവാനായിട്ട്, വേദനകൾ ഏറ്റെടുക്കുവാനായിട്ട്, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾക്കുണ്ടാകുന്ന നിന്ദനങ്ങൾ, അപമാനങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയേറെ പീഡനങ്ങൾ സഹിച്ച് നമ്മോട് കൂടെ ആയിരിക്കുവാനായിട്ട്, സ്വർഗരാജ്യത്തിൽ നിത്യജീവനിൽ നമുക്കായി സ്ഥലമൊരുക്കുവാനായിട്ട് പോയി ഇപ്പോൾ
ഒരു തിരുവോസ്തിയായിട്ട് നമ്മുടെ തിരുമുൻപിലായിരിക്കുന്ന തമ്പുരാനെ നമുക്ക് ആരാധിക്കാം. ആരാധനയുടെ ഒരു ഗീതം വഴി ആ തമ്പുരാനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. ആ അനുഗ്രഹങ്ങൾ അനുഭവവേദ്യമാകാതെ പോയ അവസരങ്ങളെ ഓർത്ത് നമുക്ക് അവിടുത്തോട് മാപ്പപേക്ഷിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകുമെന്ന് തോന്നിയ അവസരങ്ങളിൽ നമ്മളെ അവിടുന്ന് കൈപിടിച്ച് ഉയർത്തിയ അനേകം അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വഴിതെറ്റിപ്പോകാവുന്ന പല അവസരങ്ങളുണ്ടായിട്ട് നേർവഴിയിലേക്ക് നമ്മെ നയിച്ച അവസരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിരോധം, വെറുപ്പ് തോന്നിയവർ, ആ വിരോധവും വെറുപ്പും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകയുടെ ആത്മാവുണ്ട് എങ്കിൽ ആ പകയുടെ ആത്മാവിനെ മാറ്റുവാനായിട്ട് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സമ്പത്തായിട്ടും സൗകര്യങ്ങളായിട്ടും അവിടുന്ന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. നമ്മുടെ കുടുംബത്തെ ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത്, നമ്മുടെ മക്കളെ ഓർത്ത്, നമ്മുടെ ജീവിത പങ്കാളികളെ ഓർത്ത്, നമ്മുടെ കൊച്ചുമക്കളെ ഓർത്ത് അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ജോലി സാധ്യതകളെ ഓർത്ത്, സാഹചര്യങ്ങളെ ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദിയുള്ളവരായിരിക്കാം. നമ്മെ എന്നും പരിപാലിക്കുന്ന നല്ല ഇടയനായ അവിടുത്തെ, ആ ഇടയനടുത്ത കരുതലിനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിഞ്ഞിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവിടുത്തെ തിരുമുൻപിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ
സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ഞങ്ങളുടെ സൗഖ്യം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഞങ്ങളുടെ ആരാധന, യേശുവേ യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ഞങ്ങൾക്ക് സമർപ്പിക്കുന്ന യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മുടെ ഇടവകയെ പൂർണ്ണമായും അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കാണാൻ ആഗ്രഹിച്ച സഖ്യേവസിന് അവന്റെ തിരു സന്ദർശനം നൽകി അവിടുത്തെ ഭവനത്തെ രക്ഷ കൊണ്ട് മൂടിയ തമ്പുരാനെ, ഇന്നേ ദിവസം അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുന്ന ഞങ്ങളോട് കൂടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ വന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ രക്ഷയുടെ കുടുംബങ്ങളായി അങ്ങയുടെ രക്ഷാകര പദ്ധതിയിലെ പങ്കുകാരം കുടുംബങ്ങളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങ് എന്നോട് കൂടെ വന്നാലല്ലാതെ, അങ്ങ് അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞ പൂർവ്വപിതാവായ യാക്കോബിനെ പോലെ അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ പൂർണ്ണമായും അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലൂടെ നമ്മളിലൂടെ ഈ ഇടവക മുഴുവനും രക്ഷിക്കപ്പെടുവാനായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ രക്ഷിക്കപ്പെടുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരയിൽ നിന്നും മർത്യരുനി മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നമ്മരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിതരും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം 6-ാം തീയതി ജപം. അനന്തകൃപാനിധിയായ ദൈവമേ, അങ്ങയുടെ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് മരിച്ചവരുടെ ആത്മാക്കളെ കൃപാകടാക്ഷത്തോടുകൂടെ തിരുക്കൺ പാർത്തു 3 പരിശുദ്ധ ബാലന്മാരെ അഗ്നിജ്വാലയിൽ നിന്ന് കാത്തുരക്ഷിച്ചതുപോലെ ഈ ആത്മാക്കളെ ആശ്വസിപ്പിച്ച് നിത്യാനന്ദ ഭാഗ്യം കൊടുക്കുന്ന അങ്ങയെ പക്കൽ ചേർത്ത് കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സുഹൃത ജപം. ഈശോയെ, ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ.